ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാരോട്ട് റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ്. ആദ്യമായിട്ട് ഈ റീഡിംഗ് കാണുന്നവർ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലോർക്കുക. നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് 4 ഓഫ് സോർട്സ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇമോഷണലി വളരെ ടയേർഡാണ് എന്ന് കാണിക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ഉള്ളിൽ ഒരു വിശ്രമ അവസ്ഥ, ഒന്നും തീരുമാനിക്കാതെ സിറ്റുവേഷനിൽ നിന്നും മെൻ്റലി റിട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നു. എനിക്കൊന്ന് ശാന്തി വേണം, അതുകൊണ്ട് തന്നെ ഞാൻ അല്പം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന എനർജി. 2 സോർട്സ് സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ശരിക്കും ഒരു ഫീലിംഗ്, അതുപോലെ തന്നെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ. കാരണം അവർക്ക് നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ശരിക്കും ചില സമയങ്ങളിൽ ചില സന്തോഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ട ആ ഒരു നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിരിയേണ്ടി വന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായ വഴക്കുകൾ, തർക്കങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും മനസ്സിൽ മുറിവേറ്റ അവസ്ഥ, പഴയകാല ഓർമ്മകൾ കൊണ്ട് തന്നെ മനസ്സ് മുറിപ്പെടുന്ന അവസ്ഥയായതുകൊണ്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒന്നും ഓർക്കാതിരിക്കാൻ. ഫീലിങ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. അടുത്ത് വന്നിരിക്കുന്ന ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു കാർമിക് കണക്ഷനെ സൂചിപ്പിക്കുന്നു. അവർ ഈ ഒരു ബന്ധത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഈ ഒരു ബന്ധം ശരിയാണോ? ഞാൻ ഇനി തിരിച്ചു വന്നാൽ അത് ശരിയാകുമോ? എൻ്റെ ഒരു പാസ്റ്റ് മിസ്റ്റേക്കിൻ്റെ ഫലമൊക്കെ ഇനി ശരിയായി കിട്ടുമോ? ഈ ഒരു ബന്ധം നിലനിർത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ലോജിക്കായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. 7 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഒരു കൺഫ്യൂഷനെയാണ്, ഓപ്ഷൻസ്, ഇല്യൂഷൻ. അവർ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. സംടൈംസ് നിങ്ങളെ ശരിക്കും അവർ മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ചിന്ത മാറുന്നു, പറ്റില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ശരിയാവുന്നില്ല, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തേ പറ്റൂ എന്ന മറിച്ചൊരു ചിന്ത. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മറന്നിട്ടുണ്ടോ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ എന്നൊക്കെ. കാർഡ്സ് ശരിക്കും പറയുന്നുണ്ട് നിങ്ങളെ അവർ ആലോചിക്കാറുണ്ട്, മറന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ അവർ സൈലൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിസിഷൻ എടുത്തേ മതിയാകൂ. ഒരു ഹീലിംഗ് മോഡിൽ തന്നെയാണ് എന്നും സൂചിപ്പിക്കുന്നു. ഈ ഒരു റീഡിങ്ങിൻ്റെ ഫൈനൽ ട്രൂത്തിലേക്ക് പോകുമ്പോൾ ഫീലിംഗ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഇപ്പോഴും അങ്ങനെ വിട്ടുപോയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ട്, അതോടൊപ്പം ഹെവി കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ ആക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് അവരെ ചേസ് ചെയ്യാൻ പാടില്ല, ശരിക്കും ഈ ഒരു ബന്ധത്തിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് മെസ്സേജസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസൊണേറ്റ് ആവണം എന്നില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്.